ഈ ഡൽഹിയിലേക്ക് പോകുന്ന ആരും തന്നെ മിസ് ചെയ്യാത്തൊരു സ്ഥലമാണ് സരോജിനി മാർക്കറ്റ്. പക്ഷേ ഈ വീഡിയോ അതിനെക്കുറിച്ചല്ല. സരോജിനിയുടെ അത്രയും തന്നെ ഹൈപ്പുള്ള അതിന്റെ ഡ്യൂപ്പായിട്ട് കണക്കാക്കാവുന്ന ഒരു സ്ഥലമാണ് ചിക്പേട്ടിലെ സൺഡേ മാർക്കറ്റ്. രാവിലെ 5 മണി അല്ല 5:30 5:30 ആയി. മഴയെല്ലാം പെയ്യുന്നുണ്ട്. ഇത് ഫ്ലോപ്പ് ആവോ ഇല്ലേ എന്ന് നമുക്ക് കണ്ടറിയാം. വെളുപ്പിന് 5 മണി തൊട്ടേ അവിടെ പരിപാടി തുടങ്ങും. അപ്പൊ തൊട്ടേ നല്ല തിരക്കായിരിക്കും എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞറിഞ്ഞാണ് ഉറക്കം പോലും കളഞ്ഞ് ഞങ്ങൾ രാവിലെ തന്നെ സൺഡേ മാർക്കറ്റിൽ പോയത്. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാ അവസ്ഥ എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴേ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സാധനം വാങ്ങാൻ ആൾക്കാരുണ്ട്, സാധനം കൊടുക്കാൻ ആൾക്കാരില്ലെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ മാർക്കറ്റിനകത്തേക്ക് പോയത്. പക്ഷെ കുറച്ചൊന്ന് അങ്ങോട്ട് ചെന്നപ്പോ കണ്ട കാഴ്ച ഇതാണ്. ഈ തേനീച്ചക്കൂട്ടൊക്കെ പോലെ ഓരോ സ്ഥലത്ത് ഓരോ സാധനങ്ങളും, അതിന് ചുറ്റും കുറെ ആൾക്കാർ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, നമ്മുടെ കേരളം എടുത്ത് അതുപോലെ ബാംഗ്ലൂർ കൊണ്ടുവച്ചതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായി. ബിക്കോസ് എവിടെ തിരിഞ്ഞാലും മലയാളികൾ. നമ്മുടെ നാട്ടിലൊരു ചന്തയെ പോലും ഇത്രയും മലയാളികളെ ഞാൻ കണ്ടിട്ടില്ല. അതും വെറും കൈയോടെ ഒന്നുമില്ല ആൾക്കാർ വരുന്നത്. 2-3 ട്രാവൽ ബാഗ് വരെ ഉണ്ടാവും കയ്യിൽ. ഏറ്റവും കുറഞ്ഞത് ഒരു 50 രൂപ മുതൽ എന്തെങ്കിലും ഡ്രസ്സൊക്കെ കിട്ടും. പിന്നെ 100-200 ജീൻസ്, പാൻസ്, ടീഷർട്ട്, ഷർട്ട്, ഹുഡീസ്. 250-300 ജാക്കറ്റ്സ്, ബാഗ്സ്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള വില വിവര പട്ടിക. ഇനിയും വില കുറഞ്ഞതും കൂടിയതും ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ കിട്ടും. പക്ഷെ ഈ നേരം വിളിക്കുന്നതിന് മുന്നേ ഈ വക സാധനങ്ങളാണ് മെയിൻ ആയിട്ട് ഞങ്ങൾ അവിടെ കണ്ടത്. അത് കഴിഞ്ഞ് സൂര്യനൊന്ന് പ്രോപ്പറായിട്ട് വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും തിണ്ടാൻ ഇറങ്ങി. ഫുഡ് കഴിച്ചിട്ട് നേരെ പോയത് KR മാർക്കറ്റിലേക്കാണ്. ഓണത്തിന്റെ ടൈമിലൊക്കെ ഇങ്ങോട്ട് വന്നാൽ ഈ തറയിൽ വീണിടക്കുന്ന പൂക്കൾ എടുത്തുകൊണ്ട് പോയാൽ തന്നെ നമുക്കൊരു പൂക്കൾ ഉണ്ടാക്കാം. ജസ്റ്റ് കിഡിങ്. ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഇഷ്ടം പോലെ വെറൈറ്റി ഓഫ് പൂക്കളുണ്ട്. അതും എത്രത്തോളം വേണോ അത്രത്തോളം ഉണ്ട്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ കണ്ടു നടന്നതല്ലാതെ ഇതിന്റെ വിലയൊന്നും ഞാൻ ചോദിക്കാൻ നിന്നില്ല. ആകെ ഈ ഒരു കൂട്ടം റോസാപ്പൂവിന്റെ വില ചോദിച്ചു. അതിന് ഈ ഒരു ബണ്ടിലിന് ആദ്യം 100 രൂപയാണ് പറഞ്ഞത്. പിന്നെ അത് കുറഞ്ഞു 80-60 ഒക്കെ ആയി. പക്ഷെ അതിൽ നിറച്ചും മുള്ളായിരുന്നു. കാശ് കൊടുത്ത് മുള്ളുള്ള എസ്തെറ്റിക് വാങ്ങാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാനത് വാങ്ങിയില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഞങ്ങൾ ചിക്പേട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി. വെളുപ്പിനെ പോയപ്പോൾ മല്ലൂസിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുള്ള വിഷമം അതോടുകൂടി മാറി. ആ ബാംഗ്ലൂരിലുള്ള സകലമാന ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു സമയമായപ്പോഴേക്ക് വേറെ ഒരുപാട് സാധനങ്ങൾ ആ മാർക്കറ്റിന്റെ മുക്കിലും മൂലയിലും കാണാനുണ്ടായിരുന്നു. ഈ സ്ട്രീറ്റ് ഷോപ്പിംഗ് മാറ്റി നിർത്തിയ ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഞങ്ങളുടെ ബാംഗ്ലൂർ സന്ദർശനത്തിന്റെ മെയിൻ ഉദ്ദേശം അതായിരുന്നതുകൊണ്ട് അത് തീർത്തിട്ട് അടുത്തത് ശിവാജി നഗറിലേക്കാണ് പോയത്. അവിടെ എത്തിയപ്പോൾ അത് ശരിക്കും സരോജിനി മാർക്കറ്റിന്റെ ഒരു അപരനായിട്ടാണ് എനിക്ക് തോന്നിയത്. ബിക്കോസ് അവിടെ കിട്ടുന്ന പോലത്തെ ബാഗ്, ചെരുപ്പ്, ഡ്രസ്സ്, അങ്ങനെ ഫാൻസി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പ്രൈസിന്റെ കാര്യത്തിൽ സരോജിനി വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ വില വെച്ച് നോക്കുമ്പോൾ നല്ല അഫോർഡബിൾ ആണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഏകദേശം സൈഡായി. ഇനി ഇതുപോലുള്ള സ്ഥലങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് വേണം ഒരു വരവ് കൂടി ഇങ്ങോട്ടേക്ക് വരാം. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യാൻ മറക്കണ്ട. കൂടെ ഇതുപോലുള്ള വേറെ സ്ഥലങ്ങൾ അറിയാമെങ്കിൽ അതും കമന്റ് ചെയ്തോളൂ. അടുത്ത വട്ടം അവിടെ പോയി നോക്കാമല്ലോ. ഓക്കെ, ബൈ.